റാസ്കൽസ് സ്റ്റേഷനിൽ നിന്ന് ചീട്ട് കളിക്കുന്നു. ഇതൊന്നും എന്റെ അച്ചിവിടാണെന്ന് വിചാരിച്ചോടാ. ഡേ വേലപ്പ, നൂൺ ഷോയ്ക്ക് സമയമായിടേ. ഇന്ന് മോഹൻലാലിന്റെ പടം റിലീസാണ്. പോയി പോക്കറ്റ് അടിച്ചിട്ട് പാടേ. നാളെ പുതിയ CI ചാർജ് എടുക്ക. ഏത് വർഗ്ഗക്കാരന്റെ നാർക്കറിയാം. ഡേ സമയമായിടേ. കളിക്കാനും സമ്മതിക്കില്ല. ഡേ ഈ ജോലി തിരക്കിനിടയിലും അലാറം വെച്ച് എഴുന്നേറ്റ് നിന്നെയൊക്കെ ജോലിക്ക് പറഞ്ഞു വിടുന്ന എന്റെ ഉത്തരവാദിത്വ ബോധത്തെ പറ്റി നിനക്കൊരു ബോധം ഇല്ലല്ലോടെ. സാറിന് ആരായി പേരിട്ടത്? സൽഗുണൻ. നല്ല ചേർച്ചയുള്ള പേര്. അതെന്റെ അച്ഛൻ നിർഗുണൻ. പോയിട്ട് പാടേ. നിങ്ങൾ കളിച്ചോ. വേലപ്പ നിക്ക്. നീ നല്ല പാർട്ടിയാ. എന്ത് പണിയാടേ കാണിച്ച്? പണിയായുധം വേണ്ടേ? സാറിന്റെ ആത്മാർത്ഥത ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതാണ് സൽഗുണൻ. അനിയ ചെലവുകളൊക്കെ കൂടി കൂടി വരികയാണ്. ഇന്നെങ്കിലും അല്പ കട്ടിയുള്ള പോക്കറ്റുള്ള കീറണേ. ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോ. നിക്ക്. ഈ മാസം ഇത് 7ാമത്തെ ബ്ലേഡാണ്. ഇതെന്താ പോലീസ് സ്റ്റേഷനിൽ ചീട്ട് കളിക്കുമ്പോ? പോലീസ് സ്റ്റേഷൻ സാർ നാളെ വരുമെന്നാണല്ലോ ഇൻഫർമേഷൻ. ഒരു വലിയ സ്ഫോടനം കഴിഞ്ഞ് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തരായിരിക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ ഏക പോലീസ് സ്റ്റേഷന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ഈ കാണുന്നത്. സാർ അത് റിക്രിയേഷന്റെ എന്താണോ തന്റെ പേര്? ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ സൽഗുണൻ. ഒരു ബ്യൂട്ടിഫുൾ ഭാര്യയും ഐശ്വര്യമുള്ള ഒരു പൊന്നോമന പുത്രനും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഒരു അവിഞ്ഞ അമ്മായിയമ്മയുമുള്ള ഒരു സംതൃപ്ത കുടുംബം. തന്റെ കുടുംബകാരൻ ഞാൻ ചോദിച്ചില്ല. ഐ എം എ സ്ട്രിക്ട് പോലീസ് ഓഫീസർ. ഒരു ദുരന്തത്തിന് കാരണക്കാരായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസ് ഓഫീസർ. എന്റെ പോലീസ് സ്റ്റേഷനും പരിസരവും വൃത്തിയായിരിക്കണം. എല്ലാവരും കൃത്യസമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കണം. ഇതെന്താണോ ലോക്കപ്പിൽ ക്രിമിനൽസ് ഒന്നുമില്ലേ? അവന്മാരെങ്കിൽ വൈകുന്നേരം ഈ ഗ്രാമത്തിൽ കള്ളന്മാരേ ഇല്ല സാർ. ഒരു പോക്കറ്റ് നിർത്തത്ത് ഒരു പോക്കറ്റ് എടുക്കാൻ കണ്ടിട്ട് കാലത്ര ഇല്ലേ വർക്ക്? അല്ല, ഒരാൾ 4 മണിക്ക് വരാന്ന് പറഞ്ഞു. ആരാത്? രാവിലെ വിട്ട ആള്. വൈകുന്നേരം വിട്ടത് രാവിലെ. ഈ പഞ്ചായത്തിലെ സകല ക്രിമിനൽസിന്റെ ലിസ്റ്റ് ഉടൻ തന്നെ എന്റെ മേശപ്പുറത്ത് വേണം. നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണം. വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്നത് ഉടൻ തന്നെ ലോക്കപ്പ് ചെയ്യണം. 11 മണിക്ക് ശേഷം നാളെ കാണാൻ വേണി. ക്ലീനിങ് തുടങ്ങിയ ഇന്നത്തെ ഒരു ദിവസം കൂടെ ഉള്ളു. അതുകൊണ്ട് ഇന്ന് അടിച്ച് പൊളിക്കണം. നാളെ കാലമാൻ നിങ്ങളുടെ എത്തണല്ലേ? എന്താ അവന്റെ പേര്? ഏതാ ഈ അവതാരം? എന്റെ പേര് ദാസപ്പൻ. കേരള പോലീസിലാണ് ജോലി. തനിക്ക് പനിക്കുന്നുണ്ടോ? ഇല്ല സാർ. പിന്നെന്താ ഒരു വിറവല്? പനിച്ചിട്ടാ. എന്താണോ കയ്യില്? ഇത് യൂണിഫോമാ. യൂണിഫോം അല്ലതായിട്ടിരിക്കുന്ന? ഇത് ഞങ്ങളുടെ മിമിക്രിക്കാരുടെ യൂണിഫോമാണ്. നല്ല 1ാം തരം മിമിക്രിക്കാരനാണ് സാർ. കൃഷ്ണൻകുട്ടി നായരെയും കടുവാക്കുളത്തിനെ അതുപോലെ എടുക്കും. ഒന്ന് കാണിച്ചു കൊടുക്ക ദാസപ്പ സാറിന്. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിൽ ശ്രീ കൃഷ്ണൻകുട്ടി നായർ. എന്താണോ ഷേവ് ചെയ്യാത്തത്? ബ്ലേഡ് അലർജിയാണ് സാർ. സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട്. കാണണോ? വേണ്ട. വേണ്ട. ആ ബോംബ് സ്ഫോടനത്തിന്റെ ഫയൽസ് റൂമിലേക്ക് കൊണ്ടുവരും. എന്താണ് ഫയൽ? ഏത് ഫയൽ? മറ്റേ ഫയൽ. മറ്റേ ഫയൽ? ആ ബോംബെക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിന്റെ ഫയൽ. ബോംബെക്കാരിയുടെ ബോംബ് സ്ഫോടനത്തിന്റെ ഫയൽ അവിടെ? രണ്ടും ബോംബ് എന്നായതുകൊണ്ട് തെറ്റിപ്പോയതാണ് സാർ. സാർ എന്നെ വിളിച്ചോ? ഇവിടുത്തെ എസ് ഐ എവിടെ പോയോ? SI സാർ 2 മാസമായിട്ട് ലീവാണ് സാർ. ഹണിമൂണിന് പോയിരിക്കാം. ഊട്ടി, കൊടൈക്കനാൽ, മധുര. ഇനി SI സാർ വിളിക്കുമ്പോ പറയാം മതി ഇങ്ങ് പോരാൻ. തനിക്ക് ഡ്രൈവിംഗ് അറിയാമോ? അറിയാം സാർ. ലൈസൻസ് ഉണ്ട്. നാളെ വല്ല താനാ എന്റെ ഡ്രൈവർ. അപ്പൊ ഞാനിന്നൊന്ന് എന്റെ വീട്ടിൽ പൊക്കട്ടെ സാർ. എന്തിന്? പണയം വെച്ചേക്കണ ലൈസൻസ് എടുപ്പിക്കാനാ. എവിടെയാ തന്റെ വീട്? മൈമൂൺ തിയേറ്ററിന്റെ ബാക്കിലാണ് സാർ. മൈമൂണിന്റെ ഏത് പടം കളിക്കുന്നത്? ലാവണ്യ ലഹരി. ബാൽക്കണിയോ ഫസ്റ്റ്. പോയി ഞാനേ വെള്ളി നക്ഷത്രം വാങ്ങിച്ചിട്ട് പോണം. അപ്പൊ സാർ ആ പടം കണ്ടതാണല്ലേ? പോടോ. ഡോക്ടറാണോ? അല്ല, കമ്പൗണ്ടറാ. ഞാൻ വിചാരിച്ചു രോഗിയാണെന്നും. താനാരാ? കണ്ടിട്ട് മനസ്സിലായില്ല. മനസ്സിലാകാഞ്ഞിട്ടാണല്ലോ ചോദിച്ചത്.
ഞാൻ പോലീസ് കോൺസ്റ്റബിൾ TC ദാസപ്പൻ. ദൈവത്തിന്റെ ഓരോ വികൃതികളെ ഇങ്ങനെയും ഒരു പോലീസോ? എടാ ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്ന് കരുതണ്ട. എത്ര കേസുകളാ പിടിച്ചെങ്ങനെ അറിയാമോ? കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗ്യാസിന്റെ കാര്യം ഓർത്തത്. ഇതെന്താ ഇവിടുത്തെ അടുക്കള കാറിന്റെ ഡിക്കിലേക്ക് മാറ്റി? ഇത് ഗ്യാസിൽ ഓടുന്ന വണ്ടിയാ. അപ്പൊ ഡ്രൈവർ വേണ്ടേ? അത് ഞാനല്ലോ ഞാൻ. ഓ അപ്പൊ ഡ്രൈവർ ആണല്ലേ? എടാ ഡ്രൈവറെ, ഇന്ന് വരെ ഒരു ടീച്ചറെ മുഖത്ത് നോക്കി ഒരു ഡ്രൈവർ ചാച്ചി എന്ന് പറഞ്ഞിട്ടില്ല. നല്ല കുരുത്തുള്ള മോൻ. മോന്റെ പേരെന്താ? TC ദാസപ്പൻ. ആ, ഞാൻ മഹാദേവന്റെ അമ്മയാ. നമസ്കാരമ്മേ. ആ, എനിക്ക് ഇപ്പോഴാ ഒരു സമാധാനായത്. മഹാദേവന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴേ എനിക്കറിയാം ആ പെരട്ട നാരായണപിള്ള സാറ്. ആ, അദ്ദേഹം ഉണ്ടായിരുന്നപ്പോ ഞാൻ ഒന്നിനും വിഷമിച്ചിട്ടില്ല. അടിച്ചു വാരാൻ പോലീസ്, വിറക് കീറാൻ പോലീസ്, വെള്ളം കോരാൻ പോലീസ്, മുറ്റടിക്കാൻ വനിതാ പോലീസ് എന്ന് വേണ്ട മക്കളെ എല്ലാ കാര്യത്തിലും പോലീസുകാരായിരുന്നു. എന്റെ വീടൊരു പോലീസ് സ്റ്റേഷനായിരുന്നു. ആ, അവരെ കൊണ്ട് പണി എടുപ്പിച്ച് എനിക്ക് കൊതി തീർന്നില്ല മോനെ. ഏതായാലും മോൻ വന്നിട്ട് മോൻ മാർക്കറ്റിൽ പോയി പിന്നെ കുറച്ച് പരവിയും ചെയ്യാത്താണോ നോക്കണേ. ഈ വേഴ്ത്തി പോയ കാശ് കുറവായിരിക്കും. കാശേ കൊടുക്കണ്ട മച്ചി, ഇത് ഓസല്ലേ. ഓടുന്ന വഴിക്കല്ലേ മച്ചി റേഷൻ കട പഞ്ചാരോട് മേടിപ്പിക്ക്. റേഷൻ കട ഇപ്പൊ തുറന്നു കാണില്ല. ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തുറക്കും. കുറച്ച് തുറക്കില്ല. കൃത്യം എത്ര മണിക്കാണ് സ്ഫോടനത്തിൽ മരിച്ച കുട്ടികളുടെ ബോഡി ഹോസ്പിറ്റലിൽ എത്തിച്ചത്? കൃത്യം 9:30 മണിക്ക്. എത്ര മണിക്കാ സ്ഫോടനം നടന്നത്? ഒരു 10-10:30 മണിയായി കാണും. 10-10 തന്നെ ഒരു 10 മണിയായി കാണും. വണ്ടി ഇറക്കണോ? എങ്ങോട്ടേക്കാണ് സാർ? തന്റെ അമ്മായി പിന്നെ അപ്പൊ ശ്മശാനത്തിന്റെ കിഴക്ക്. പടിഞ്ഞാറ്. കിഴക്ക്. പടിഞ്ഞാറ്. കിഴക്ക്. വണ്ടി കോൺവെന്റിലേക്ക് എടുക്കണം. പേടിപ്പിക്കണം ശ്മശാനം. ഹലോ. അതെ, ഓക്കെ. പ്രതികള് ഓക്കെ. പ്രതികളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സാർ? പാകിസ്ഥാൻ ഓൾ ഔട്ട്. എടോ, ഇവിടത്തെ ഹെഡ് മിസ്ട്രസിന്റെ റൂം ഏതാ? ഫാദറോട് ചോദിക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതി. ഭയ്യാ, മാലേക്കും അസ്സലാം. അയാൾ എന്താ പറഞ്ഞു? എന്റെ കൂടെയുള്ള ആരാന്ന് ചോദിച്ചതാ. നീ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞ എന്റെ അസിസ്റ്റന്റ് ആണ്. അല്ല, ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. നിന്നോടാരാ ഇരിക്കാൻ പറഞ്ഞു? അതുകൊണ്ടല്ലേ എഴുന്നേറ്റത്. സിസ്റ്റർ, സ്ഫോടനം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അതെന്താ നിങ്ങൾ കുട്ടികളുടെ കൂടെ ബസ്സിൽ പോകാതിരുന്നത്? ബസ്സിൽ പോയിരുന്നെങ്കിൽ സിസ്റ്ററെ നമുക്കിങ്ങനെ കാണാൻ പറ്റുമായിരുന്ന. പീസ് പീസ് പീസായി പോയില്ലായിരുന്ന. ഡാഡാ, എല്ലാം നോട്ട് ചെയ്തോ? യെസ് സർ. ബൈ ദ ബൈ, സിസ്റ്ററുടെ പേരെന്നാ പറഞ്ഞു? പെട്രീഷ്യ. നോട്ട് ഇറ്റ്. എന്താ എഴുതിയ? സിസ്റ്റർ പെറ്റിയോട്രഷ. സിസ്റ്റർ പെറ്റിയോട്രഷ. സിസ്റ്റർ പെട്രീഷ. താങ്ക് യു സിസ്റ്റർ. വെൽക്കം. സിസ്റ്ററിന്റെ ശരിക്കുള്ള പേരെന്താ? പെട്രീഷ്യ. വായിക്കൊള്ളുന്ന പേരിട്ടൂടെ? പെട്രീഷ്യ. ദാസ, ബോംബ് സ്ഫോടനത്തെ കുറിച്ച് തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് സാർ. ആരാ? കറക്റ്റ് ആളെ എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞാൽ താൻ പറ. തനിക്കൊരു കുഴപ്പം പറ്റില്ല, ഞാനില്ലേ? ആൾക്ക് പൊക്കം കുറവാ, മുടി നരച്ചിട്ട, ക്ലീൻ ഷേവാ. പിന്നെ പുള്ളിക്കാരൻ കല്യാണവും കഴിച്ചിട്ടില്ല. സാർ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ ആരോടും പറയില്ല. ആരാ? വാജ്പേയി. വാജ്പേയി? പൊക്രാനിൽ ബോംബ് പിടിച്ച പുള്ളിക്കാരനല്ലേ? അതല്ലേ സാറ് ചോദിച്ചത്? വണ്ടി എടുക്കാം. പേടിച്ചു പോയി. വത്സല, ഞാൻ സ്റ്റേഷനിൽ പോവാ. അപ്പൊ ചായ കുടിക്കണില്ലേ? ചായ ഒന്നും വേണ്ട. റേഷൻ കഴിക്കാനല്ലല്ലോ അവള് പറഞ്ഞു, ചായ കുടിക്കാനല്ലേ. എനിക്കല്പ ധൃതിയുണ്ട്. എന്ത് ഇത്ര ധൃതി? പുതിയ CA വന്നോണ്ടാണോ? അതുകൊണ്ടൊന്നും അല്ലടി. നിന്റെ പുന്നാര മോനെ കണി കണ്ടേച്ച് പോയാ നോക്കിയേ. ഇനി ആശുപത്രി കൊടുക്കാൻ എന്റെ കാശില്ല. നീ പോയാ പണ്ടാര എഴുന്നേറ്റോ നോക്ക്. എന്തിനാടാ ഇങ്ങനൊക്കെ പറയണത്? അവൻ നിന്റെ മോനല്ലേ, കരക്കാരുടെ അല്ലല്ലോ. അമ്മ, അവൻ എന്റെ മോൻ തന്നെ അല്ലയോടി. പക്ഷെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ അവനെ കണി കണ്ടേച്ച് പോയാ അമ്മ തന്നെയല്ലേ ഇന്നലെ എനിക്ക് മരുന്ന് ഉരുട്ടി തന്ന്. അവന് ഞാനും മുന്നാളാ തമ്മിൽ ചേരില്ല. എന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ തിരുമുഖം കണി കണ്ടേച്ച് പോയാ അന്ന് എന്തെങ്കിലും അപകടം ഉറപ്പാ. ഇന്നലെ ഒരു പാണ്ടി ലോറി ഇങ്ങനെ തേച്ചാ പോയത്. നീ പോയി അവനെ എഴുന്നേറ്റ് നോക്കടി. അവൻ ഇപ്പോഴൊന്നും എഴുന്നേറ്റില്ല. പൊക്കളെ. ഓ, ഷർട്ട് മറന്നു. കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത കാലം മറന്നു. ആ കാലമടങ്കാരൻ അവിടെ ചെന്ന് ഉറങ്ങാനും പറ്റിയല്ല. ക്രിക്കറ്റ്. അയ്യോ ജമ്മം പാഴ്, ആ മുഖം കണ്ടു.
അയ്യോ, അയ്യോ. സോറി സോറി ഏട്ടാ. എന്തൊരു ഗ്രഹപ്പഴയാണിത്. വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല ഏട്ടാ. എങ്ങനെ ഉണ്ടാകും? എന്റെ മോന്റെ മുഖം കണ്ടിട്ടല്ലേ ഇറങ്ങിയത്. ബ്രേക്ക് ഉണ്ടെങ്കിലും അത് പൊട്ടും. ആ. വൈകരുതല്ലോ എന്ന് കരുതി ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ചേട്ടൻ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ CI കാരണം എനിക്കൊരു മിമിക്രി പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല. പറവൂർ ഒരു ക്ലബിന്റെ വാർഷികം, കോതമംഗലം പള്ളിയിൽ, പിന്നെ ഒരു ഫൈനാൻസ് സൊസൈറ്റി, എല്ലായിടത്തും ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു പോയി. തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ കാശുമില്ല. ഇതൊരു വലിയ കോടാലിയായി മാറിയേട്ടാ. ചേട്ടൻ സഹായിക്കണം. ആ, നീ വാ. സൈക്കിള് സൈക്കിൾ സോറി, ബ്രേക്ക് ഇല്ലായിരുന്നു ചേട്ടാ. നമ്മുടെ സുവർണ കാലഘട്ടമെല്ലാം മൺമറഞ്ഞിടേ. രാവണനല്ലേ വന്നിരിക്കുന്നത്. രാമനും ലക്ഷ്മണനും ഔട്ട്. ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. ഒരു 50 രൂപ കിട്ടെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനാ? ഫ്രണ്ട് ബില്ല് ഇത്തിരി ആറടിക്കാനാ. ഊതി അടിച്ചാ മതിയടാ. സാറേ എന്നെ എങ്ങനെങ്കിലും ഒന്ന് ലോകത്തിൽ കയറ്റണേ. നിന്നെ ഇനി തിരിച്ച് ലോകപ്പിക്കാറ്റാണ്. നിന്നെ ഇറക്കി വിട്ടവരെ അങ്ങേര് അറിഞ്ഞാ ഞങ്ങൾ രണ്ടും സ്റ്റേഷന്റെ പുറത്താവും. അതിരിക്കട്ടെ, മറ്റവന്മാരെവിടെ? അവന്മാര് മാർക്കറ്റിൽ കറങ്ങി നടക്കുക. അമ്മരോട് പറഞ്ഞേരെ സ്റ്റേഷന്റെ പരിസരത്ത് കണ്ടുപോരുന്ന്. പിന്നെ ഞങ്ങൾ എവിടെ കയറി കിടക്കാനാണ്? നിന്നെ എന്റെ വീട്ടിൽ കൊണ്ട് കിടത്താം. പോയി റെയിൽവേ സ്റ്റേഷനിൽ കിടക്കടാ. ഓ, അവിടെ ഭയങ്കര കൊതുകാണ് എന്നാ സാറേ. ഒരു കൊതുകോലായിട്ട് തരാടാ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പുതുതായി ഒരു പോക്കറ്റ് അടി നടത്തി നീ ലോക്കപ്പിലേക്ക് വാ. പക്ഷെ ഇടി പഴയ പോലെ ആയിരിക്കില്ല. ആ കാലമാടന്റെ ഇടി കൊണ്ടാ നിന്റെ +2 തെറിച്ചു. അത് ശരി. അപ്പൊ ഞങ്ങൾ വഴിയാധാരമായി. ഇതിനു മുമ്പ് അങ്ങനെ തന്നെ അല്ലായിരുന്നോ? ആ പോ ചെല്ല്. പോ. പോക്കറ്റ് അടിയാ. ഹോ, നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന അത് പോയി കിട്ടി. എന്ത് ഡീസന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരുന്ന പിള്ളേരായിരുന്നു. അവനോട് 50 രൂപ ചോദിച്ചു നോക്കിയാലോ. നിന്നെ ആരാ പോലീസിലെടുത്ത്? വാ. നീ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് അല്ല, ഒഴിപ്പിക്കോ. എനിക്ക് ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് ഒഴിപ്പിക്കോ. ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് ഒഴി പോടാ. ബ്രേക്ക് ഉണ്ടായിരുന്നില്ല സാറേ. നമസ്കാരം. ഹലോ, മോളെ, അച്ഛനുണ്ടോ? ഞാൻ സംവിധായകൻ പ്രിയദർശന. അച്ഛനെ വിളിക്ക്. അച്ഛാ, ഡയറക്ടർ പ്രിയദർശൻ വിളിക്കുന്നു. പ്രിയദർശന. ഹലോ, ഞാൻ CI മഹാദേവനെ സംസാരിക്കുന്നേ. ഞാൻ ഡയറക്ടർ പ്രിയന. ഹലോ, പ്രിയത എവിടെ വിളിക്കുന്നേ? ഞാനിവിടെ ബോംബെന്ന്. ബോംബെ. എന്താ വിശേഷം? എനിക്ക് സാറിനെ കൊണ്ടൊരു സഹായം വേണമായിരുന്നു. എന്നെ കൊണ്ടൊരു സഹായോ? ഡയറക്ടർ പ്രിയദർശന. എന്നെ സാറിനൊന്നും വിളിക്കണ്ട പ്രിയ. ഞാൻ പഴയ മഹാദേവൻ തന്നെയാണ്. എന്താ കാര്യം? ഞാൻ അടുത്ത മലയാള പടത്തിന്റെ ഷൂട്ടിങ്ങിന് വരുന്നത് കോടാശ്ശേരി മലയിലാണ്. ഷൂട്ടിങ്ങോ? കോടാശ്ശേരി മല എന്റെ സർക്കിൾപ്പെട്ടാണ്. ഞങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റി വേണം. എന്ത് വേണമെങ്കിലും തരാം. തന്നെയുമല്ല, സാറിൽ അഭിനയിക്കുകയും വേണം. ഞാൻ അഭിനയിക്കണോ? ഞാനും പ്രിയനൊക്കെ പണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നാളത്തെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. എന്റെ കൂടെ മിസ്റ്റർ മോഹൻലാൽ ഉണ്ട്. ഞാൻ വിളിക്കാം. ലാലേ, ദാ മഹാദേവൻ സാർ വിളിക്കുന്നു. എന്താ സാറേ? ഞാൻ മോഹൻലാലാ. സുഖം തന്നെ അല്ലേ? ലാൽ ധൈര്യമായിട്ട് വന്നോ. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ ഏറ്റി. ഞാൻ പ്രിയന് കൊടുക്കാം. നാളെ ഞങ്ങളെത്തും. മറ്റന്നാളാ ഷൂട്ടിങ്. സാർ അവിടെ വന്നാൽ നമുക്കൊന്ന് കൂടാം. എങ്കിൽ നാളെ വരുമ്പോ പോലീസ് സ്റ്റേഷൻ വരാം. വേണ്ട, നാളെ സാർ ഒറ്റയ്ക്ക് വന്നാൽ മതി. പോലീസ് ഫോഴ്സ് മറ്റന്നാൾ മതി. അല്ല, പ്രിയനൊന്നും വിചാരിക്കരുതേ. എന്റെ റോൾ എന്താണെന്ന് അറിഞ്ഞാ അത് വേഷം എന്താണെന്നോ? അത് ആദിവാസികളുടെ കഥയാ. മോഹൻലാൽ സാറും ഒക്കെ ആദിവാസികളാ. ഞാൻ ലാലിന്റെ കൂടെ. അതെ സാർ. അപ്പൊ നാളെ ഞാൻ അവിടെ എത്തിയിരിക്കും. ഓക്കെ പ്രിയ, ഓക്കെ. ഇടി ആദിവാസികളുടെ കഥയാ. 8 ഹിന്ദി പടവാ പ്രിയം ചെയ്യാൻ പോകുന്ന. പ്രിയദർശൻ നല്ല ഡയറക്ടറാ. ശരിക്കും നാഷണൽ അവാർഡ് കിട്ടേണ്ട ആളാ. അതെന്താ? നിങ്ങൾക്ക് പറ്റിയ വേഷമാ തന്നിരിക്കുന്നത്. ആദിവാസി. ഐസ്ക്രീം. ഒരു ഐസ്ക്രീം തന്നെ. ആ ചാക്കോബാർ തന്നെ താട്ടാ. ഒരെണ്ണം കൂടി തന്നേരി. ഇല്ലാത്തൊരാൾ കിടന്ന് വെള്ളം ഉണ്ടാക്കണേ സാറേ.
ഷൂട്ടിങ്ങിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. അത് പ്രിയൻ എനിക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി വെച്ചതാണോ? ഷൂട്ടിംഗ് നാളെയല്ലേ, സാറെന്തിനാ ഇന്ന് പോകും? ഞങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ, പഴയ ടീമല്ലേ. നേരത്തെ വരണമെന്ന് പ്രിയൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതെ അതെ, നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമല്ലോ. അല്ല, നടന്മാരെയൊക്കെ നേരത്തെ വിളിക്കുമല്ലോ എന്ന് പറയായിരുന്നു. ഗായകന്മാരുടെ വല്ല വേക്കൻസി ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. നോക്കട്ടെ, നീ പോയിക്കോ, ഞാൻ വിളിക്കാം. ഓ, നാളെ രാവിലെ പോലീസുകാരുമായി മേലോട്ട് വന്നാൽ മതി. ആ സാറേ, ഒരു മിനിറ്റ്. അവസാനമായിട്ട് ഞാൻ സാറിന് ഒന്നുകൂടി കണ്ടോട്ടെ. അല്ല, സിനിമയിലൊക്കെ കയറി കഴിഞ്ഞാ പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലേ. സന്ധ്യയായെന്ന് തോന്നുന്നു. ഇതെന്താ ഇവിടെ ആരും കാണുന്നില്ലല്ലോ? പ്രിയം വന്നില്ലേ? നിങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിരിക്കില്ലേ? നല്ല കോസ്റ്റ്യൂംസ്. കുന്തത്തിന്റെ മുന എന്റെ തോക്കണ്ടേട്ടാ, എല്ലാത്തിനും ഫയർ ചെയ്യും ഞാൻ. ഞാൻ പ്രിയനോട് പറഞ്ഞ എല്ലാത്തിനും ചാൻസുകളായി പറഞ്ഞേക്കാം. ഞാനൊന്ന് ഒച്ച വെച്ചേ ഉള്ളൂ, ഓടിക്കളഞ്ഞു പേടിത്തുറിയത്. ഫോറസ്റ്റിലൊക്കെ ഷൂട്ടിംഗ് വരുമ്പോ എന്നെ പോലെ ധൈര്യം വേണ്ടേ? ചിലപ്പോ ഞാൻ സി ആണെന്ന് മനസ്സിലായി കാണും. ഞാൻ ഷൂട്ട് ചെയ്യാം. എന്താടോ, ആരെയും കാണുന്നില്ലല്ലോ? അയാൾ ഒറ്റയ്ക്ക് വരുമെന്നല്ലേ ബോസ് പറഞ്ഞേ? ആ, സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ. കയ്യോ കാലോ തല്ലി ഓടിക്കാൻ അതിന് മാത്രം നേരമൊന്നും വേണ്ടോ? മഹാദേവൻ പോലീസ് ഫോഴ്സുമായാ വരുന്നത്. അതെ അതെ, സോറി, ഞാൻ അറിഞ്ഞില്ല. അത് പറ്റിപ്പോയതല്ലേ. ഒരു ആന വന്നിട്ടുണ്ട്, ആന കൊമ്പനാണ്, സൂക്ഷിക്കണേ. എനിക്ക് ടൈമില്ല, അതാണ്. സോറി. ഇതാരാ കാട്ടി പൊതിച്ചുകൂടെ കിടക്കണേ? ഒരു ആന ഇറങ്ങിട്ടിട്ട് തട്ടി വീണ ചതഞ്ഞു പോവും. ഇതാ നീയല്ലടാ തീവ്രവാദി രാജു. അനങ്ങി പോകരുത്, ഫയർ ചെയ്യാൻ ഞാൻ. പിടികൊണ്ടവനോടെ ശരിയാക്കണം. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. നിങ്ങൾ ഇത്ര പെട്ടെന്ന് പ്രതിയെ പിടിക്കുമെന്ന് കരുതി. താങ്ക് യു സാർ. ഇവൻ കോടാശ്ശേരി മലയിലുണ്ട്, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഒന്നും പറയണ്ട സാർ, ഇവനെ പിടിക്കാനല്ല സാർ എനിക്ക് ബുദ്ധിമുട്ട് വന്നത്. മറ്റവനുമായി ഞാൻ 1 മണിക്കൂറോളം മൽപ്പിടുത്തം നടത്തി. തലനാരി ഇടക്കാൻ അവൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവനെ ഞാൻ പിടിച്ചനെ. ഒരു വശത്ത് ആനയുടെ ശബ്ദം, മറുവശത്ത് കുറുക്കന്റെ ശബ്ദം, പക്ഷെ വെടിയവനിട്ട് കൊണ്ടു. സോറി സാർ, പെർമിഷൻ വാങ്ങാതെ ഞാൻ ഫയർ ചെയ്തത് സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ. ഒറ്റയാന്റെ പീച്ചയിൽ ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ചേട്ടനല്ലേ പറഞ്ഞ മലയിലേക്ക് കയറ്റി വിട്ട പിന്നെ തിരിച്ചു വരും എന്നാണ് എന്നോടും പറഞ്ഞത്. ആര്? നീയല്ലേ എന്നോട് പറഞ്ഞു ആ വഴി ആര് പോയാലും ആന കുത്തിക്കൊല്ലുമെന്ന്. എന്നാലും ഒരു എരുമ പോലും ഇയാളെ കണ്ടില്ലല്ലോ. ഇനി ആനയും ഇയാള് ഫ്രണ്ട്സ് ആയി കാണൂ. എന്നിട്ട് ആ വെടികൊണ്ട് വീണവൻ എവിടെ പോയി? അവൻ ഈ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കാണും. കംപ്ലീറ്റ് ആശുപത്രി ഞാൻ അരിച്ച് പെറുക്കും. റിയലി? നിങ്ങൾ ഇത്രയ്ക്ക് ധീരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിവേ, എന്നെ ഇങ്ങനെ പുകഴ്ത്തരുത് സാർ, ഞാൻ Keep it up. പാവം ധീരന്. ഞാൻ വരട്ടോ. ദാസപ്പ, വണ്ടിയുടെ ലക്ഷ്മി നഴ്സിംഗ് ഹോമിലേക്ക് പോട്ടെ. ആദ്യത്തെ സെർച്ച് അവിടെ തന്നെ. സാറിന്റെ വൈഫിന്റെ നഴ്സിംഗ് ഞാൻ കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസറാണ്. എനിക്ക് പക്ഷപാതമില്ല. Proceed. Yes, sir.